താലൂക്ക് ഓഫീസ് പ്രവർത്തിക്കുന്ന പത്തനാപുരം മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ തറയോടുകൾ മുൻപ് 2 തവണ അറ്റകുറ്റപ്പണികൾക്ക് വിധേയമാക്കിയതാണ്. മാറ്റിപ്പണിതവ ഉൾപ്പെടെ മിക്കയിടങ്ങളിലും ടൈലുകൾ ഇളകിമാറിയും വിണ്ടുകീറിയും കിടക്കുന്നുണ്ട്. വിവിധ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലൂടെ സൂക്ഷിച്ചു നടന്നില്ലെങ്കിൽ കാൽ മുറിയുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. പലതവണ പൊതുജനങ്ങൾക്കും ജീവനക്കാർക്കും പരിക്കേറ്റ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പത്തനാപുരം ആസ്ഥാനമായി താലൂക്ക് നിലവിൽ വരുന്നതിന് മുന്നോടിയായി 2013 മിനി സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. വായു കെട്ടിക്കിടന്ന് ചൂടുകാലത്ത് മർദ്ദം കൂടുന്നത് കാരണമാണ് ഗുണമേന്മ കുറഞ്ഞ തറയോടുകൾ തകരാൻ കാരണമെന്നാണ് വ്യാപക ആക്ഷേപം. നിർമ്മാണത്തിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയിട്ടും ഉത്തരവാദികൾക്കെതിരെ നടപടിയുണ്ടാകുന്നില്ലെന്നാണ് പ്രതിപക്ഷ അംഗങ്ങൾ പറയുന്നത്. PWDയുടെ അറ്റകുറ്റപ്പണി ഏറ്റെടുത്ത് നടത്തുന്ന കരാറുകാരുമായി അവിഹിത ബന്ധമുണ്ടാക്കി, സാമ്പത്തിക ബന്ധമുണ്ടാക്കി ഒത്താശ ചെയ്യുന്ന PWD ഉൾപ്പെടെയുള്ളവരുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യവിലോപം, ഗുരുതരമായ വീഴ്ച ബന്ധപ്പെട്ടവർ PWDയുടെ ഉത്തരവാദിത്തപ്പെട്ട അധികൃതർ പരിശോധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പത്തനാപുരം PWD സംബന്ധിച്ച് വലിയ ആരോപണമാരും ഇതിനു മുമ്പും ഒരു പൊതുപ്രവർത്തകൻ എന്നതിൽ ഞാൻ ഉന്നയിച്ചിട്ടുണ്ട്. അടിക്കടി തറയോടുകൾ തകർന്ന് ഓഫീസ് പ്രവർത്തനം ബുദ്ധിമുട്ടിലായതോടെ 2017-19 വർഷങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്തി തകർന്ന തറയോടുകൾ മാറ്റിസ്ഥാപിച്ചു. തറയോടുകളുടെ തകർച്ച കാരണം ഓഫീസ് കെട്ടിടം ശുചിയാക്കുന്നതിനും തടസ്സമാകുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ ഭാഗങ്ങളിലെ തറയോടുകളും തകർന്ന അവസ്ഥയിലാണ്. കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തേണ്ട പൊതുമരാമത്ത് വകുപ്പിന് അധികൃതർ കത്തയച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും നടപടികൾ വൈകുന്നുവെന്നാണ് പരാതി. തറയോടുകൾ പൂർണ്ണമായി മാറ്റി ഗുണനിലവാരമുള്ളത് സ്ഥാപിച്ചെങ്കിൽ മാത്രമേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാകൂ എന്നാണ് വ്യാപക അഭിപ്രായങ്ങൾ ഉയരുന്നത്. സീ മലയാളം ന്യൂസ്, കൊല്ലം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.